ഹലോ നമസ്കാരം. അഹല്യ ഗ്രൂപ്പ് ഓഫ് ഇൻസ്റ്റിറ്റ്യൂഷൻ എഡ്യൂക്കേഷണൽ പ്ലസിലേക്ക് സ്വാഗതം. അപ്പോൾ നമ്മൾ എത്തിയിരിക്കുന്നത് അഹല്യ ഗ്രൂപ്പ് ഓഫ് ഇൻസ്റ്റിറ്റ്യൂഷൻ്റെ വലിയൊരു ക്യാമ്പസിലേക്കാണ്. ഇന്ന് നമ്മളോടൊപ്പം ഉള്ളത് അഹല്യ ഗ്രൂപ്പ് ഓഫ് ഇൻസ്റ്റിറ്റ്യൂഷൻ ഡയറക്ടറും അഹല്യ എഞ്ചിനീയറിംഗ് കോളേജ് പ്രിൻസിപ്പളുമായ PR ശ്രീ മഹാദേവൻ പിള്ള സാറാണ്. സാർ നമസ്കാരം. നമസ്കാരം സാർ, അഹല്യയ്ക്ക് വളരെ വലിയൊരു എഡ്യൂക്കേഷണൽ വിങ്ങാണുള്ളത്, പല മേഖലകളിൽ, പല ബ്രാഞ്ചസുകളിൽ. ശരിക്കും എന്താണ് അഹല്യ ഗ്രൂപ്പ് ഓഫ് ഇൻസ്റ്റിറ്റ്യൂഷൻ്റെ വിദ്യാഭ്യാസ പ്രവർത്തനങ്ങൾ? നമ്മളിപ്പോഴും ഉള്ളത് അഹല്യ എഡ്യു ഹെൽത്ത് ക്യാമ്പസിലാണ്. ഞങ്ങൾ ഈ ക്യാമ്പസിന് പേരിട്ടിരിക്കുന്നത് അഹല്യ ഹെൽത്ത് ഹെറിറ്റേജ് ആൻഡ് നോളജ് വില്ലേജ് എന്നാണ്. അതായത് ആരോഗ്യ വിജ്ഞാന പൈതൃക ഗ്രാമം അഹല്യയുടേത്. അതാണ് ഈ ഗ്രാമം. ഇത് പാലക്കാട് ജില്ലയിലെ 3 പഞ്ചായത്തുകളിലും 4 വില്ലേജുകളിലുമായി വിസ്തൃതമായി കിടക്കുന്ന കേരളത്തിലെ ഏറ്റവും വലിയ ക്യാമ്പസാണ്. ഇവിടെ ഇപ്പോഴുള്ളത് 10 കോളേജുകൾ, 4 പ്രധാനപ്പെട്ട ഹോസ്പിറ്റലുകൾ, കേരളത്തിൽ അങ്ങോളം ഇങ്ങോളമുള്ള 25 ഐ ഹോസ്പിറ്റൽസിൻ്റെ ഹെഡ് ഓഫീസ്, പിന്നെ അഹല്യയുടെ മാത്രം എന്നവകാശപ്പെടാവുന്ന ഒരു ഹെറിറ്റേജ് വില്ലേജ്, അതിൽ സംഗീത ഉപകരണങ്ങളുടെ മ്യൂസിയം ഉൾപ്പെടെയുള്ള പ്രധാനപ്പെട്ട ശില്പങ്ങൾ ഉൾപ്പെടെയുള്ള ഒരു ഹെറിറ്റേജ് വില്ലേജ്, സൗത്ത് ഇന്ത്യയിലെ തന്നെ ഏറ്റവും വലിയ സ്കൾപ്ചർ പാർക്ക്, ശില്പ ഉദ്യാനം, സ്ത്രൈണം എന്നുള്ള പേരിൽ, പിന്നെ മറ്റ് നിരവധി കാര്യങ്ങൾ ഇവിടെയുണ്ട്. ഇവിടെയുള്ള വിദ്യാഭ്യാസ പ്രവർത്തനങ്ങളെക്കുറിച്ച് പറയുകയാണെങ്കിൽ ഇവിടെ പ്രധാനമായിട്ടുള്ളത് ആദ്യം തുടങ്ങിയ കോളേജ് ആയുർവേദ കോളേജാണ്. പിന്നെ നിരവധി കോളേജുകൾ തുടങ്ങി. ഇപ്പോൾ നമ്മളിരിക്കുന്ന എഞ്ചിനീയറിംഗ് കോളേജ് അത് 2012 തുടങ്ങിയതാണ്. MBA കോളേജുണ്ട്, ആർട്സ് ആൻഡ് സയൻസ് കോളേജുണ്ട്, അത് കോളേജ് ഓഫ് മാനേജ്മെൻറ്റ് ആൻഡ് കോമേഴ്സ്, മാത്തമാറ്റിക്സ് ആൻഡ് കോമേഴ്സ് എന്നുള്ള പേരിൽ അറിയപ്പെടുന്നു. ഫാർമസി കോളേജുണ്ട്, നഴ്സിംഗ് കോളേജുണ്ട്, മെഡിക്കൽ ലബോറട്ടറി ടെക്നീഷ്യൻ കോഴ്സ് കൊടുക്കുന്ന MLT കോളേജുണ്ട്, പിന്നെ ഓപ്റ്റോമെട്രിയുടെ കോളേജുണ്ട്. എന്ന് മാത്രമല്ല മെഡിസിനിൽ ബിരുദാനന്തര പഠനങ്ങൾ DNB FNB ഒക്കെ MDക്ക് തുല്യമായ DM-ന് തുല്യമായ കോഴ്സുകളൊക്കെ ഇവിടെ ഓഫർ ചെയ്യപ്പെടുന്നുണ്ട്. അത് പ്രത്യേകിച്ചും ഐ സ്പെഷ്യലൈസേഷനാണ് ഇവിടെ ഉള്ളത്. ഓഫ്താൽമോളജിയാണ് ഇവിടുത്തെ സ്പെഷ്യലൈസേഷൻ. അതിൻ്റെ കേരളത്തിലെ ഏറ്റവും കൂടുതൽ ആശുപത്രികളുടെ ശൃംഖല അഹല്യയുടേതാണ്. അതിൻ്റെ ഹെഡ് ഓഫീസാണ് ഇവിടെ. ഇതുകൂടാതെ അഹല്യയ്ക്ക് UAEയിൽ ഹോസ്പിറ്റലുകൾ, സ്കൂളുകളൊക്കെ നിരവധിയുണ്ട്. ഈ ക്യാമ്പസിലും ഒരു CBSE സിലബസിൽ പ്രവർത്തിക്കുന്ന പബ്ലിക് സ്കൂളുണ്ട്. അങ്ങനെ വിഭിന്നങ്ങളായ വിദ്യാഭ്യാസ സ്ഥാപനങ്ങളെ കൊണ്ട് നിറഞ്ഞിരിക്കുന്ന ഒരു ക്യാമ്പസാണ് ഇവിടെ. ഈ ക്യാമ്പസിൻ്റെ ഒരു പ്രത്യേകത, ഇതിനകത്ത് കയറിക്കഴിഞ്ഞാൽ വളരെ ബൃഹത്താണ് ഈ ക്യാമ്പസ് എന്നുള്ള ആദ്യം തന്നെ മനസ്സിലാവും. മറ്റൊന്ന്, പാലക്കാടിൻ്റെ ചൂട് ഈ ക്യാമ്പസിൽ അത്ര അറിയാറില്ല എന്നുള്ളതാണ്. കാരണം ഇവിടെ ഹരിതാഭം കൊണ്ട് നിറച്ചിരിക്കുകയാണ്. പ്രത്യേകിച്ചും ജലം സംഭരിക്കപ്പെടുന്ന തടാകങ്ങളുള്ളതുകൊണ്ട് ഇവിടെ ഒരു പ്രത്യേക തണുപ്പ് ഈ മരങ്ങളും വെള്ളവും കൂടി കൊടുക്കുന്നുണ്ട്. അപ്പോൾ പാലക്കാടിൻ്റെ ഹൃദയഭാഗത്താണ് ഇത് സ്ഥിതി ചെയ്യുന്നതെങ്കിൽ ടൗണിൽ നിന്ന് ഏകദേശം 17-18 കിലോമീറ്റർ തൊട്ട് 25 കിലോമീറ്റർ വരെയുള്ള ദൂരത്തിലാണ് ഇത് സ്ഥിതി ചെയ്യുന്നത് ഈ ദൈർഘ്യത്തിൽ. അങ്ങനെയാണെങ്കിലും ഒരു പാലക്കാടിൻ്റെ കാലാവസ്ഥ ഇതിനകത്ത് തോന്നാറില്ല. ഇതിലൊരു പ്രത്യേകമായ മൈക്രോ ക്ലൈമറ്റ് നമ്മൾ സൃഷ്ടിച്ചിരിക്കുകയാണ്. പിന്നെ ഇതിലുള്ള വിദ്യാഭ്യാസ സ്ഥാപനങ്ങളൊക്കെ തന്നെ നല്ല നിലയിൽ പ്രവർത്തിക്കുന്നതാണ്. പൊതുവെ വളരെ നല്ല ഡിസിപ്ലിൻ ഉള്ള ക്യാമ്പസാണ് ഇവിടെ. വിദ്യാർത്ഥി പ്രശ്നങ്ങളൊന്നും അങ്ങനെ ഉണ്ടാകാറില്ല. മാത്രമല്ല അധ്യാപകരും ജീവനക്കാരും വിദ്യാർത്ഥികളുമൊക്കെ ഒരു കുടുംബം എന്ന നിലയിൽ പ്രവർത്തിക്കുന്ന സ്ഥാപനങ്ങളാണ് ഇവിടെ. രണ്ടാമത്, ഇവിടെ വിദ്യാഭ്യാസത്തിന് മാത്രമല്ല വിദ്യാർത്ഥികളുടെ സർവ്വതോമുഖമായ വികസനത്തിനുള്ള എല്ലാ സൗകര്യങ്ങളും ചെയ്തു കൊടുക്കുന്നുണ്ട്. അഹല്യയിലെ കോളേജുകളെ എല്ലാം കൂടി ചേർത്തുകൊണ്ടുള്ള ആർട്സ് ഫെസ്റ്റിവൽ ഇവിടെയുണ്ട്. മിക്കവാറും ദിവസങ്ങളിലൂടെ ഫിലിം ഷൂട്ടിങ്, കലാപരിപാടികൾ, അതുപോലെ ഇവിടുത്തെ ഹെറിറ്റേജ് വില്ലേജിലുള്ള സാംസ്കാരിക പരിപാടികൾ, ഇതൊക്കെ കൊണ്ട് സമ്പന്നമാണ് ഈ ക്യാമ്പസ്. ഇവിടെ ഇത് കൂടാതെ മറ്റു ചില സൗകര്യങ്ങളുമുണ്ട്. ആയുർവേദ ചികിത്സയ്ക്ക് സകുടുംബം വന്ന് താമസിക്കാൻ കഴിയുന്ന ആയുർവേദ ലേക്ക് ഹൗസസ് ഉണ്ട് ഇവിടെ. തടാകത്തിൻ്റെ ചുറ്റും ചികിത്സയും മറ്റെല്ലാം കൂടി ചേർത്തുകൊണ്ട് കൊടുക്കുന്ന. അപ്പോൾ ആയുർവേദ കോളേജിൻ്റെ ഡോക്ടർമാരും ആയുർവേദ കോളേജിലെ അതിനോടനുബന്ധിച്ചുള്ള ഹോസ്പിറ്റലിൻ്റെ സ്റ്റാഫും ഒക്കെ കൂടി ചേർന്ന് മാനേജ് ചെയ്യുന്നതാണ്. ഇപ്പോൾ നമ്മളിരിക്കുന്ന ഈ എഞ്ചിനീയറിംഗ് കോളേജിൽ ഇപ്പോൾ 5 എഞ്ചിനീയറിംഗ് കോഴ്സുകളാണുള്ളത്. കമ്പ്യൂട്ടർ സയൻസ്,
സിവിൽ എഞ്ചിനീയറിംഗ്, ഇലക്ട്രിക്കൽ എഞ്ചിനീയറിംഗ്, ഇലക്ട്രോണിക്സ് എഞ്ചിനീയറിംഗ്, മെക്കാനിക്കൽ എഞ്ചിനീയറിംഗ്. അതുകൂടാതെ ഈ വർഷം ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് ആൻഡ് മെഷീൻ ലേണിംഗ് AIML എന്ന് പറഞ്ഞ ഒരു കോഴ്സ് കൂടി അപേക്ഷിച്ചിട്ടുണ്ട്. അതിൻ്റെ പ്രവർത്തനങ്ങൾ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നു. അതുകൂടാതെ ഈ വർഷം IIT ഈ ക്യാമ്പസിലാണ് ഇതുവരെ ഉണ്ടായിരുന്നത്. 2015 മുതൽ 2024 വരെ 9 വർഷക്കാലം IIT പ്രവർത്തിച്ചിരുന്നത് ഈ ക്യാമ്പസിലാണ്. ഈ ബിൽഡിങ്ങിൻ്റെ തൊട്ടടുത്ത ബിൽഡിങ്ങിനാണ് പാലക്കാട് IIT പ്രവർത്തിച്ചിരുന്നത്. അപ്പോൾ ഇപ്പോൾ അവരുടെ സ്വന്തമായ അവരൊരു 500 ഏക്കറിന് മേലെ സ്ഥലം വാങ്ങി അവരങ്ങോട്ട് മാറിക്കൊണ്ടിരിക്കുകയാണ്. ഞങ്ങളവർക്ക് നിരവധി കെട്ടിടങ്ങളും ഹോസ്റ്റലുകളും ഒക്കെ വാടകയ്ക്ക് കൊടുത്തിരുന്നു. അതെല്ലാം ഇപ്പോൾ 2 മാസം മുന്നേ അവരങ്ങോട്ട് മാറിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ IIT ഒഴിഞ്ഞ ആ കെട്ടിടത്തിലേക്ക് പുതുതായി ഒരു പോളിടെക്നിക് ബിൽഡിംഗ് കൂടി 10ാം ക്ലാസ് കഴിഞ്ഞവർക്ക് പഠിക്കാനുള്ള ത്രിവത്സര പോളിടെക്നിക് ഡിപ്ലോമ ഈ വർഷം മുതൽ അഹല്യ തുടങ്ങുകയാണ്. എനിവേ താങ്ക് യു സാർ, ഇത്രയും വാല്യുബിൾ ആയിട്ടുള്ള ടൈം നമ്മളുമായി സ്പെൻഡ് ചെയ്തതിൽ നന്ദി.